ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൊണ്ടുവന്ന 3 വിദേശ താരങ്ങളും പുതിയ താരങ്ങളാണ്. പറയാൻ കാരണം ഇന്ത്യയിൽ കളിച്ച് പരിചയമില്ലാത്ത 3 വിദേശ താരങ്ങളെയാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ തിയാഗോ ആൽവസ് ഏഷ്യയിൽ കളിച്ച് പരിചയമുണ്ട്. ബാക്കി 2 താരങ്ങൾക്കും ഏഷ്യയിൽ പോലും കളിച്ച് പരിചയമില്ല എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ സ്പാനിഷ് താരമായ കോൾഡോ ഒബിയേറ്റ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി മറികടക്കാനുള്ള ശ്രമങ്ങൾ താനിപ്പോൾ നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യൻ താരങ്ങളെ താനിപ്പോൾ നല്ല രൂപത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്, അവരെ കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് കോൾഡോ ഒബിയേറ്റ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യൂറോപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഫുട്ബോൾ എന്ന് തന്നെ പറയാം. ഇന്ത്യൻ ശൈലിയുമായി എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയും. ഇന്ത്യൻ കളിക്കാർ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പരിശീലകനായ ഡേവിഡ് കാറ്റ്ല സ്പെയിനിൽ നിന്നുള്ള ഒരു പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതികവും തന്ത്രപരവുമായി മെച്ചപ്പെടാൻ അദ്ദേഹം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് കോൾഡോ ഒബിയേറ്റ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ അദ്ദേഹം വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: സ്വതവേ ഞാൻ വളരെയേറെ വിയർക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലെ കാലാവസ്ഥ അതിതീവ്രമാണ്, കഠിനമായ ചൂടാണ് ഇവിടെയുള്ളത്. ഈർപ്പവും പൊരുത്തപ്പെടാനുള്ള ശ്രമം തുടരുകയാണ്. ഇതാണ് ഇപ്പോൾ കോൾഡോ ഒബിയേറ്റ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗോവയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ യൂറോപ്പിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു താരം. ഏതായാലും ഗോളടിക്കുക എന്ന ചുമതലയാണ് ഈ താരത്തിനുള്ളത്. ജീസസിന്റെ ആ ഒരു വിടവ് ഇദ്ദേഹം നികത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.